ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ചാന്റ് ചെയ്ത വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗായത്രി മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ ചില സുഹൃത്തുക്കൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമുക്കിന്ന് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. ഗായത്രി മന്ത്രം വളരെയധികം അർത്ഥവ്യാപ്തിയും അനന്ത സാധ്യതകളുമുള്ള ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ്. ഗായത്രി ദേവിയെ വണങ്ങിക്കൊണ്ട് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നാദം അഥവാ ശബ്ദം എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. കാരണം വളരെ കൃത്യതയോടെയും വ്യക്തമായും എല്ലാ മന്ത്രങ്ങളും ഉച്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം അതിന് സിദ്ധിക്കുകയുള്ളൂ. എല്ലാ ശബ്ദങ്ങൾക്കും അവയുടേതായ കമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻസ് ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി, ടോൺ ഇവ മാറുന്നതനുസരിച്ച് ചെറുതും വലുതുമായ കമ്പനങ്ങൾ ഓരോ ശബ്ദത്തിനും ഉണ്ടാവും. അത് ചെന്ന് പതിക്കുന്നിടത്ത് അതിന്റേതായ രീതിയിലുള്ള പരിവർത്തനങ്ങൾ അതുണ്ടാക്കും. അതിന് ചെറിയൊരു ഉദാഹരണമായി ഇടിമുഴക്കം. അതിനൊരു കെട്ടിടത്തെ തകർക്കാൻ സാധിക്കുന്നില്ലേ? ആ ശബ്ദത്തിന്റെ ശക്തി കൊണ്ടാണത്. അതുപോലെ നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വരൂ എന്ന രണ്ടക്ഷരം നമ്മൾ പ്രയോഗിക്കുമ്പോൾ വരൂ എന്ന് പറയുന്നതും വരൂ എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ ടോണും അതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസിയും വ്യത്യാസം വരും. ആദ്യത്തെ വരൂ നമ്മൾ സ്നേഹത്തോടെ പറയുന്നു, രണ്ടാമത്തെ കുറച്ച് കടുപ്പിച്ച് പറയുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഫീല് വ്യത്യാസമായിരിക്കില്ലേ? ആ കമ്പനങ്ങൾ അതേ രീതിയിൽ നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലും പതിക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരു കാര്യം തുടർച്ചയായി ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ കൊച്ചുകുട്ടികളെ നമ്മൾ പറഞ്ഞു കേൾപ്പിക്കാൻ മനസ്സിലാക്കാറില്ലേ? പല്ല് ബ്രഷ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുവരുമ്പോൾ അത് കേട്ട് അവർ അതുപോലെ ചെയ്യാനായിട്ട് പഠിക്കുന്നു. പിന്നെ ജീവിതത്തിൽ ഒരു ചിട്ടയായി മാറുന്നു. അതുപോലെ ഈ മന്ത്രങ്ങൾ ദിവസവും ഉരുവിടുന്നത് വഴി നമ്മുടെ ശരീരവും മനസ്സും ആ രീതിയിൽ പ്രവർത്തിക്കാനായി മനസ്സിനെ പ്രേരിപ്പിക്കുകയും ശരീരം അതിന് വഴങ്ങി അതുപോലെ ചെയ്യുകയും ചെയ്യും. മന്ത്രങ്ങളുടെ അർത്ഥവ്യാപ്തി അത്രയ്ക്കാണ്. അതിലുപയോഗിച്ചിരുന്ന ശബ്ദങ്ങളും അത്രയ്ക്ക് പവർഫുള്ളാണ്. വളരെ നിസ്സാരമായ വാക്കുകൾക്ക് ഇത്രയധികം കമ്പനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ വളരെയധികം പവർഫുള്ളായ സംസ്കൃതത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും എത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് തന്നെയാണ് മന്ത്രങ്ങളുടെ പവറും. അത് നമ്മൾക്ക് അനുഭവിച്ചു തന്നെ അറിയണം. നമ്മൾ ചെറിയൊരു ദീർഘത്തിന്റെ വ്യത്യാസം കൊണ്ട് വരുന്ന അർത്ഥവ്യത്യാസം, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ കമ്പനം കൊണ്ട്, അല്ലെങ്കിൽ ഘനം കൊണ്ടും വളരെ ലളിതമായ രീതിയിൽ കനം കുറച്ച് ചൊല്ലുമ്പോഴുള്ള കമ്പനങ്ങൾ കൊണ്ടും ഉണ്ടാവുന്ന വ്യത്യാസം വളരെ അധികമായിരിക്കും. അത് നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ മന്ത്രത്തിന് ഇപ്പൊ മന്ത്രം ചൊല്ലുക എന്ന് പറയുന്നതും മന്ത്രം ചെല്ലുക എന്ന് പറയുന്ന പോലെ ചൊല്ലുക ഒരു ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ചൊല്ലുക എന്നുള്ളതും ചെല്ലുക എന്നുള്ളതും രണ്ടിനും വളരെ അർത്ഥം വ്യത്യാസം വരും. അതുപോലെ ഒരു ദീർഘത്തിന്റെ വ്യത്യാസം കൊണ്ട് മന്ത്രങ്ങളിലും വളരെയധികം വ്യത്യാസമുണ്ടാവും. ആ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വലിയ യോഗികളും ഗുരുക്കന്മാരും പറഞ്ഞിട്ടുള്ളത് മന്ത്രം നല്ല കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മ എന്നാൽ മനനം അഥവാ ധ്യാനം, ത്ര എന്നാൽ രക്ഷിക്കൽ. അപ്പൊ മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്ന്. അതുകൊണ്ട് മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നവനെ ആ മന്ത്രം രക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത്. മന്ത്രങ്ങളിലെ അക്ഷരങ്ങൾ വളരെ പവർഫുള്ളാണ്. അത് നമ്മുടെ ശരീരത്തിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പവർഫുൾ ആക്കുന്നു. അതാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നതുകൊണ്ടുള്ള വ്യത്യാസം നമുക്കുണ്ടാവുക. മന്ത്രങ്ങൾ ചെന്ന് പതിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലോ ശരീരത്തിലോ ഒക്കെ ചെന്ന് പതിക്കുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ മന്ത്രങ്ങൾക്ക് സാധിക്കും. മന്ത്രങ്ങളുടെ ഫ്രീക്വൻസി അനുസരിച്ച് ചിലർക്ക് അസുഖങ്ങൾ മാറുന്നു, ചിലർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു, ചിലർക്ക് പല സിദ്ധികളും കൈവരുന്നു. അതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതല്ലേ? അവരുടെ ബോഡി ഫ്രീക്വൻസി ആയിട്ട് സമാനമായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴാണ് അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുക.
മാത്രമല്ല നമ്മുടെ ബ്രെയിനിലോ ശരീരത്തിലോ ബലക്ഷയമുള്ള ടിഷ്യൂസും സെൽസും ഈ മന്ത്രങ്ങൾ ചൊല്ലുന്ന വഴി അതിന്റെ കമ്പനങ്ങൾ വഴി കൂടുതൽ പവർഫുൾ ആയി തീരുന്നു. അങ്ങനെ നമ്മുടെ അസുഖങ്ങൾ മാറുന്നു, പല സിദ്ധികളും കൈവരുന്നു. ഗായത്രി ദേവിയെ വണങ്ങിക്കൊണ്ട് ഇനി നമുക്ക് ഗായത്രിയിലേക്ക് കടക്കാം. ഗായന്തം ത്രായന ഇതി ഗായത്രി എന്നാണ് പറയുക. ഗായന്തം പാടുന്നവനെ, ചൊല്ലുന്നവനെ, ജപിക്കുന്നവനെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി. ഋഗ്വേദത്തിലെ 3-ാം മണ്ഡലത്തിൽ 6-ാം സൂക്തത്തിലെ 10-ാമത്തെ മന്ത്രമാണ് ഗായത്രി മന്ത്രം. കൊച്ചുകുട്ടികൾ തുടങ്ങി സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ചൊല്ലാവുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം, അഥവാ ചൊല്ലേണ്ട മന്ത്രമാണ് ഗായത്രി മന്ത്രം. ശബ്ദത്തിന്റെ പ്രാധാന്യം ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. അതുപോലെ ശക്തിയേറിയ നാദങ്ങളും അതിലേറെ ശക്തിയേറിയ കമ്പനങ്ങളും അടങ്ങിയ 24 മന്ത്രാക്ഷരങ്ങളുടെ ഒരു സമൂഹമാണ് ഗായത്രി മന്ത്രം. വേദങ്ങളുടെ മാതാവ്, ആദിമാതാവ്, ദേവമാതാവ് എന്നൊക്കെ ഗായത്രിയെ വിശേഷിപ്പിക്കുന്നു. ഭൂലോകം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡത്തിന്റെ ഒരു ചെറിയ പകർപ്പാണ് നമ്മുടെ മനുഷ്യ ശരീരം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപമല്ല മനുഷ്യൻ. പഞ്ചഭൂതാത്മകവും വ്യത്യസ്തമായ സ്പന്ദന വിശേഷങ്ങളുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മനുഷ്യൻ അഥവാ മനുഷ്യ ശരീരം. അക്ഷരങ്ങളുടെ അഥവാ അക്ഷര സമൂഹങ്ങളുടെ സ്പന്ദന വിശേഷങ്ങളുള്ള 2 തലങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് പുരികങ്ങൾക്ക് നടുവിലുള്ള ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രയും 2 കണ്ടത്തിലുള്ള വിശുദ്ധി ചക്രയും. ആകെ 7 പ്രധാന ചക്രകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. മറ്റു പല ചക്രകളും ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് ഇവ 7 അതിൽ ചക്രകളുടെ എല്ലാം ഏറ്റവും മുകളിലായി നമ്മുടെ ശിരസിൽ സഹസ്രാര പത്മം എന്ന ചക്ര സ്ഥിതി ചെയ്യുന്നു. 50 അക്ഷരങ്ങളാണ് ആ ചക്ര ഉൾക്കൊള്ളുന്നത്. ഈ 50 അക്ഷരങ്ങളെയും വൈബ്രേറ്റ് ചെയ്യിക്കാവുന്ന അല്ലെങ്കിൽ സ്പന്ദനം കൊള്ളിച്ച് ഉത്തേജിപ്പിക്കാവുന്ന വിശേഷപ്പെട്ട അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന 24 അക്ഷരങ്ങൾ. സഹസ്രാര പത്മം കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 ചക്രങ്ങൾ വ്യത്യസ്ത അക്ഷര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ചക്രകളാണ്. നമ്മൾ ഒരു മന്ത്രം തെറ്റാതെ കൃത്യമായും സ്പഷ്ടമായും ഉച്ചരിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളുടെ സ്പന്ദനം വഴി നമ്മുടെ നാഡിഞരമ്പുകളും ശരീരാവയവങ്ങളും ബ്രെയിനിലും ഒക്കെ അതിന്റെ സ്പന്ദനങ്ങൾ കൂടുതൽ സ്പന്ദിച്ച് കൂടുതൽ ഊർജത്തോടെയും പ്രകമ്പനത്തോടെയും നല്ല പവർഫുള്ളായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ മാറുന്നതും നമ്മുടെ സിദ്ധികൾ കൈവരുന്നതും എല്ലാം അതുവഴിയാണ്. യോഗികൾ തപസ് ചെയ്ത് പരമാനന്ദത്തിലായി എന്നൊക്കെ നമ്മൾ സച്ചിദാനന്ദത്തിലെത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ച് സ്ഥിരമായി ജപിച്ച് നമ്മുടെ ബ്രെയിനിലുള്ള സെറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ സെക്രഷൻസ് ഒക്കെ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് ബ്രെയിനിലെ പല നാഡീഞരമ്പുകളും എല്ലാം സുഷുമ്ന, ഇടാ, പിംഗള, നമ്മുടെ ശരീരത്തിലുള്ള നട്ടെല്ലിലുള്ള സുഷുമ്ന, ഇടാ, പിംഗള തുടങ്ങിയ നാഡികൾ ഉത്തേജിപ്പിച്ച് കൂടുതൽ പവർഫുള്ളായി നമ്മുടെ സഹസ്രാര പത്മത്തിലെത്തി കുണ്ടലിനി ശക്തിയായി ഉണർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ സർവജ്ഞാനം കൈവരിക്കുന്നു. അങ്ങനെയാണ് യോഗികൾ പരമാനന്ദത്തിലെത്തി സച്ചിദാനത്തിലായി നമ്മൾ അറിയുന്നത്. അവർക്ക് കൂടുതൽ സിദ്ധികളും നല്ല ജ്ഞാനവും ഉണ്ടാവും. അവർ ജീവിതത്തിൽ ദുഃഖം എന്തെന്ന് അറിയുന്നില്ല. ഗായത്രി മന്ത്രം നമ്മുടെ സഹസ്രാര പത്മത്തിലുള്ള 50 അക്ഷരങ്ങളെയും ഉത്തേജിപ്പിച്ച് സിദ്ധി കൈവരുത്താൻ സാധിക്കുന്ന മന്ത്രമാണെന്ന് പറഞ്ഞുവല്ലോ. അത് കൂടുതൽ ഉപാസിക്കുന്നത് വഴി നമുക്ക് എല്ലാ സിദ്ധികളും കൈവരിക്കാനും സദ്വാക്കുകളും സത്പ്രവൃത്തികളും സച്ചിന്തകളും ആയി തീരാൻ സാധിക്കുന്നു. ഗായത്രി മന്ത്രം ജപിക്കാൻ സാധാരണ നമ്മൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുൻപ് ജപിക്കുക. നട്ടുച്ചയ്ക്ക് സൂര്യൻ കൂടുതലായി ഉജ്ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് ജപിക്കുക. സൂര്യ അസ്തമയത്തിന് മുമ്പ്. ഈ 3 നേരമാണ് നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കാനായി സാധാരണ എടുക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നത് ഏറ്റവും നല്ലത്. ഉച്ചയ്ക്ക് ജപിക്കുന്നതും വളരെ നല്ലത്. സൂര്യാസ്തമയത്തിന് മുമ്പും ജപിക്കാവുന്നതാണ് സാധിക്കാത്തവർക്ക്. ബ്രഹ്മമുഹൂർത്തമാണ് ഏറ്റവും ഉചിതം. അപ്പോൾ 108 പ്രാവശ്യമോ അല്ലെങ്കിൽ രാവിലെ 10 പ്രാവശ്യം, ഉച്ചയ്ക്ക് 10 പ്രാവശ്യം, വൈകിട്ട് 10 പ്രാവശ്യം അങ്ങനെയുള്ള രീതിയിലോ ചെല്ലാം. നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെല്ലാം. കുറച്ചെങ്കിലും ചൊല്ലിയാൽ 1-2 പ്രാവശ്യങ്ങളും ചൊല്ലിയാൽ കൂടി അതിന്റെ സിദ്ധി നമുക്ക് കൈവരും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ബുദ്ധി തെളിഞ്ഞു കിട്ടും. നമ്മുടെ ബുദ്ധിയെ തെളിയിക്കാനുള്ള ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം.
കുളിച്ച് ശുദ്ധമായ ശരീരത്തോടും ശുദ്ധമായ മനസ്സോടും തികഞ്ഞ വിശ്വാസത്തോടും കൂടി പത്മാസനത്തിലോ വജ്രാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്ന് ജപിക്കാവുന്നതാണ് ഗായത്രി മന്ത്രം. ഇതൊന്നും സാധിക്കാത്തവർ ഒരു ചെയറിൽ നടു നേരെ നിവർത്തി തല നേരെ പിടിച്ച് മന്ത്രം ജപിക്കാവുന്നതാണ്. അർത്ഥമറിഞ്ഞു വേണം എല്ലാ മന്ത്രങ്ങളും ജപിക്കാൻ. ഗായത്രി മന്ത്രത്തിന്റെ പൊരുൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഓം, ആദ്യമായി ഉച്ചരിക്കുന്ന ഓം പ്രണവ മന്ത്രമാണ്. അതിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രപഞ്ചശക്തിയാണ് ഓംകാരം. അത് ഏത് മന്ത്രത്തിന്റെ മുന്നിൽ ഉച്ചരിക്കുന്നുവോ ആ മന്ത്രത്തിന്റെ ശക്തി ഇരട്ടിയാവും എന്നാണ് പറയപ്പെടുന്നത്. ഭൂലോകം, പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതാത്മകമായ എല്ലാം, ചരാചരങ്ങളായ എല്ലാം. ഭുവഹ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ശക്തി, പ്രാണശക്തി, ഏറ്റവും വലിയ ശക്തി. സ്വഹ, സ്വർഗം, സ്വർലോകം. തത്, അത് പരമാത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്നു. സവിതുർ, സകലതും ഉണ്ടായിട്ടുള്ളത് ഏതിൽ നിന്നാണോ ആ സവിതാവ്. വരേണ്യം, ആരാധ്യമായ, ശ്രേഷ്ഠമായ, പവിത്രമായ എന്നൊക്കെ അർത്ഥം വരുന്നു. ഭർഗോ, ചൈതന്യം, ജ്ഞാനം, തേജസ്. ദേവസ്യ, ഭഗവാന്റെ, ദേവന്റെ. ധീമഹി, ഞങ്ങൾ ധ്യാനിക്കുന്നു. ധിയോ, ബുദ്ധിയെ അല്ലെങ്കിൽ പ്രവൃത്തിയെ. യോ എന്നത് ഒരു വിശേഷണ പ്രയോഗമാണ്. ന, ഞങ്ങളുടെ, ഞങ്ങളെ എന്നർത്ഥം വരുന്നു. പ്രചോദയാത്, പ്രചോദിതമാവട്ടെ, പ്രകാശിക്കട്ടെ, പ്രേരിതമാവട്ടെ എന്നൊക്കെ അർത്ഥം വരുന്നു. അർത്ഥം, ആകെയുള്ള അർത്ഥം, സമസ്ത ലോകങ്ങൾക്കും ഭൂർഭുവസ്വ ലോകങ്ങൾക്ക് ആധാരമായ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയത്തിന് കാരണമായ ആ പരംജ്യോതിയെ, പരമാത്മ ചൈതന്യത്തെ, ആ സവിതാവിന്റെ ദിവ്യ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് 3 പാദങ്ങളിലായി 8 അക്ഷരങ്ങൾ വീതമുള്ള 24 അക്ഷരങ്ങൾ അടങ്ങുന്നതാണ്. ആ 3 പാദങ്ങളാണ് തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് 1, 2 എന്ന ക്രമത്തിൽ പറയാം. 1 തത്, 2 സ, 3 വി, 4 തുർ, 5 വ, 6 രേ, 7 നി, 8 യം, 9 ഭർ, 10 ഗോ, 11 ദേ, 12 വ, 13 സ്യ, 14 ധീ, 15 മ, 16 ഹി, 17 ധി, 18 യോ, 19 യോ, 20 ന, 21 പ്ര, 22 ചോ, 23 ദ, 24 യാദ് എന്നിങ്ങനെ 24 അക്ഷരങ്ങൾ. അത് വളരെയധികം ശക്തിയേറിയ അക്ഷരങ്ങളാണ്. ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ഋഷിയെയും ഛന്ദസിനെയും ദേവതയെയും പ്രണമിച്ചിട്ട് വേണം ആരംഭിക്കാൻ. അത് നമ്മൾ നടുനിവർത്തി തല നിവർത്തി പിടിച്ച് നേരെ ഇരുന്ന് നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അപാനമുദ്ര അല്ലെങ്കിൽ മാനിന്റെ മുദ്ര കാണിക്കുന്ന രീതിയിൽ വിരലുകൾ വെച്ച് മോതിരവിരലും നടുവിരലും തള്ളവിരലിനോട് ചേർത്ത് പിടിച്ച് ഇതേപോലെ മുദ്ര പിടിച്ചിട്ട് ശിരസിലും നമ്മുടെ ഏൽചുണ്ടിന് മുകളിലും മൂക്കിന് താഴെയുമായിട്ടും ഹൃദയത്തിന് നേരെയും പിടിച്ചിട്ട് വേണം ചൊല്ലാനായിട്ട്. വിശ്വാമിത്ര ഋഷി ഗായത്രീ ഛന്ദ സവിതാ ദേവത എന്ന് ചൊല്ലിയിട്ട് വേണം ഗായത്രി മന്ത്രം ചൊല്ലിത്തുടങ്ങാൻ. അപ്പോൾ അതിന് പ്രാധാന്യമേറും, കൂടുതൽ ശക്തി ലഭിക്കും. അതാണ് ഗായത്രി മന്ത്രം ചൊല്ലേണ്ട രീതി. ഗായത്രി മന്ത്രത്തെക്കുറിച്ചും അത് ജപിക്കേണ്ട രീതിയെക്കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏത് മന്ത്രം ചൊല്ലുന്നതിന് മുൻപും ഗായത്രി ചൊല്ലിയിട്ട് ചൊല്ലിയാൽ ആ മന്ത്രത്തിന് വളരെയധികം ശക്തി ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. രാമായണം മുഴുവനായി ചൊല്ലുവാൻ സാധിക്കാത്തവർ ഗായത്രി രാമായണം ചൊല്ലിയാൽ അതിന്റെ ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. ഗായത്രി കവചം, ഗായത്രി സഹസ്രനാമം, ഗായത്രി സ്തോത്രം, അങ്ങനെ ഒരുപാടുണ്ട്. ഇവയെല്ലാം ചൊല്ലുന്നത് നമ്മൾക്ക് കൂടുതൽ ഉണർവും ശക്തിയും നന്മയും എല്ലാം പകർന്നു തരുന്നതാണ്. നമ്മുടെ ബുദ്ധിയെ തെളിയിക്കുന്നതാണ്.
ബുദ്ധി തെളിഞ്ഞാൽ എല്ലാം നല്ലതല്ലേ നമുക്ക് സംഭവിക്കും. ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ പലരും ഓം ഭൂർഭുവ സ്വഹ എന്ന് ഉച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ സ്വഹ എന്ന ആ വിസർഗം ഉച്ചരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. 24 അക്ഷരം അത് നമ്മൾ ചൊല്ലുന്നതിന് മുമ്പുള്ള ഈ ഭൂർഭുവസ്വ അതാണ് വിസർഗം. അല്ലെങ്കിൽ അവസാനം നഹ പ്രചോദയാത് നമ്മൾ ചൊല്ലേണ്ടി വരുമല്ലോ. അപ്പോ അങ്ങനെ ആ വിസർഗങ്ങൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് വലിയ വലിയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ചൊല്ലുമ്പോൾ ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതാണ് വരേണ്ടത്. അങ്ങനെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഗായത്രി മന്ത്രം അർത്ഥമറിഞ്ഞ് നല്ല വിശ്വാസത്തോടുകൂടി ജപിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗായത്രി മന്ത്രം ചൊല്ലി എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി ബുദ്ധി തെളിഞ്ഞ് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.